ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു മനുഷ്യൻ ബ്യൂട്ടി പാർലറിൽ പോലും ഇടുക. ഓ പിന്നെ ഭയങ്കരമായി പോയി. ഓ കണ്ട ഒരു കുഴപ്പമില്ല. എവിടെ പോയിട്ട് വരാണല്ലോ തമ്പിച്ചേട്ടൻ. എവിടെ പോയി? എവിടെ പോയിന്ന്? വഴി വരുന്ന പോയതാ. ഞങ്ങൾ ക്യൂടെക്സ് ഇടുമായിരുന്നു. സുഖമല്ലേ? ഓ സുഖം. ചേച്ചി വന്നില്ലേ? അപ്പൊ ചേച്ചി വന്നില്ലേന്ന് കൂടെ? അവളവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് പ്രോഗ്രാം ഒക്കെ? പ്രോഗ്രാം കുഴപ്പമില്ല, ഇങ്ങനെ പോകും. നാടകം ഇനി എന്നാ? ഇനി ഓണമൊക്കെ ആവണം അല്ലേ? നാളെ കൊണ്ട് അത്യാവശ്യമുണ്ട്, കുഴപ്പമില്ല. ഞാനേ കുറച്ച് നാളെ കൊണ്ട് ഒരു കാര്യം പറയണമെന്ന് ഇങ്ങനെ വിചാരിക്കാം. എന്താ? രണ്ടുപേരും കണ്ട സ്ഥിതിക്ക് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. പിന്നെ ഞാനീ പറയുന്നത് സുലു അറിയരുത്, എന്റെ ഭാര്യ അറിയരുത്. ഇത് നമ്മളിലങ്ങ് ഒതുങ്ങാൻ വേണ്ടിട്ട്. അത്ര വലിയ കാര്യം അല്ലേ? ഞങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണോ? അല്ല, നമ്മുടെ റൊണാൾഡിന്റെ ഒരു കാര്യമാണ്. പൈസ വല്ലതും മേടിച്ചോ? പൈസ മേടിച്ചിട്ടൊന്നുമല്ല, അല്ലാതെ വേറൊരു കാര്യമാ. അതായത് പുള്ളി നമ്മുടെ അതാണ് നമ്മുടെ മമ്മൂട്ടി സാറില്ലേ, മമ്മൂട്ടി സാറിന്റെ ഭാര്യ സൂഫിയായിട്ട് എന്തോ ചെറിയ കണക്ഷൻ ഉണ്ടോ എന്ന് ചെറിയ സംശയം. അല്ല, എന്റെ സംശയം അല്ല, അനാവശ്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞ സത്യമല്ലെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും, ഒന്ന് വാണിംഗ് ചെയ്ത് നോക്ക് നിങ്ങളെ. എന്റെ തമ്പിച്ചേട്ടാ പൈസ കടം വാങ്ങിക്കും, ആളുകളെയൊക്കെ പറ്റിക്കും, അല്ലാതെ ഇങ്ങനെയുള്ള സ്വഭാവമൊന്നും ഇല്ല അച്ചാച്ചന്. എന്നാ അച്ചാച്ചന് നിങ്ങളുടെ സ്വഭാവം ഉണ്ട്. തമ്പിച്ചേട്ടൻ വല്ലതും കണ്ട? ഞാൻ കണ്ടോണ്ടല്ലേ പറയുന്നത്, എനിക്ക് സംശയം തോന്നിയോണ്ടല്ലേ ഈ പറയുന്നത്. നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ കാണുമോ കാണാതിരിക്കുമോ. അച്ചാച്ചന് അന്നേരം അറിയാം അച്ചാച്ചനെ കൊണം. അച്ചാച്ചൻ തമ്പേണ്ണ അല്ലെങ്കിൽ ഇത്ര അടുത്ത് കിടന്നിട്ട് ഇങ്ങനൊരു കാര്യം പറയൂ. ഒന്നുമില്ലാതെ അച്ചേട്ടൻ പറയുന്നത് സാറങ്ങനെ കനകം പോലീസ് സ്റ്റേഷനിൽ നാറൂല്ലേ? അതുപോലെ നമ്മക്കല്ലേ ചേച്ചി നാണക്കേട്. ഈ പിള്ളേരൊക്കെ ഉള്ളെടുത്ത് ഇങ്ങനെ നാണമില്ല. ദൈവമേ, എന്നെ നാണം കെടുത്താനാ ഇവിടെ വന്ന് ഇങ്ങനെ നിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ ഒന്നും നോക്കണ്ട, നമുക്കൊന്ന് വാച്ച് ചെയ്യാം. വാച്ച് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം. പറഞ്ഞു വിടാ ഇവിടുന്ന് ചേച്ചി, പറഞ്ഞു വിടാ. ഉള്ളതാണെന്ന് നോക്കട്ടെ, അവനൊന്ന് പിടിക്കാം, അവളെ ഒന്ന് പിടിക്കാം. ആ പെണ്ണിന് എന്തിന്റെ കേടാ? നല്ല തങ്കപ്പെട്ട ഒരാളല്ലേ കൂടെ ഉള്ളത്. നാണമില്ല നടക്കുന്നു ഇങ്ങനെ. അമ്മ എപ്പോഴും ഇതേ ഉള്ളൂ അമ്മ, വേറെ ഒന്നുമില്ലേ? അട നല്ലതല്ലേ? നല്ലെന്ന് പറഞ്ഞ് ഇന്നലെ ഇതായിരുന്നില്ല. എടാ, നിനക്കിത് വരെ മനസ്സിലായില്ല. അമ്മയുടെ മെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ അടയും ഉപ്പുമാവും. അത് വിട്ട് അമ്മയ്ക്ക് ഒരു കളിയിൽ. അമ്മയുടെ ഫേവറേറ്റ് ഫുഡ് അതാണോ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കേ. അല്ല, രണ്ടുപേർക്കും ഒരേ പപ്സ് തരട്ടെ? നിനക്ക് പപ്സ് മതിയോ? പപ്സ് ഒന്നും വേണ്ട. നിനക്ക് പപ്സ് മതിയോന്ന്? ഇതല്ല, വേറെ എന്തായാലും അതാടാ, ആരോഗ്യം ഉണ്ടാവണ ഒരു സാധനവും തിന്നരുത്. ഇല്ല, ബേക്കറിയിൽ നിന്ന് കുറെ പപ്സും കുന്നോ കുടച്ചക്രവും കൊണ്ട് തന്ന ഒരു പരാതിയില്ല. കുറെ പൊറോട്ട തിന്നണം, കുറെ ഇറച്ചി തിന്നണം. എനിക്ക് ശീലമായി, എന്നെ പറയണ്ട, ഞാൻ യൂസ്ഡ്. നീയാണ് ഇവനെ ഓരോന്ന് ഓതി കൊടുക്കുന്നത്. ഓയോ, ഇവൻ പറഞ്ഞ ഞാൻ ഒന്നും പറഞ്ഞില്ല. മക്കളത് കഴിക്കുക, എന്റെ പൊന്നല്ലേ. പക്ഷെ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ. നാളെ സൂപ്പർ ഒരു സാധനം ഉണ്ടാക്കി തരും. ഉപ്പുമാവ് കണ്ട്. അയ്യോ, ഉപ്പുമാവൊന്നുമല്ല. ഒരു സാധനം ഉണ്ടാക്കി കൊടുത്താൽ തിന്നൂല. അതേ മാമനൊന്ന് കൊടുത്തു നോക്കിയാ അടാ, അവൻ മുത്തിക്കൊണ്ട് തിന്നും. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലേ, ഇവനാണ് ചോദിച്ചത്. ഞാൻ നിർത്തി പറയുന്നത്. എപ്പോഴും ഇത് തന്നെ അമ്മ, ഇന്നലെ ഇത് തന്നെ. എപ്പോഴും കഴിഞ്ഞ പിള്ളേർ ബോറടിക്കത്തില്ല. ഇന്നലെ ഉണ്ടാക്കിയതിന്റെ ബാക്കി ഇച്ചിരി ഉണ്ടായിരുന്നു, അതൊന്നും ചൂടാക്കി കൊടുത്തതാ. കളയാൻ പറ്റുമോ? ഇല്ല, അതേ ഇത് തീർന്നു. നീ നമ്മുടെ പൊന്നു കഴിക്ക്, നല്ലതല്ലേ? ഞാനോ? ഉണ്ട് ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ അട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിന്നണ്ട. തിന്നുവല്ല, ഞാൻ ഒന്നും മിണ്ടില്ലല്ലോ അതിന്. നിനക്ക് ആവശ്യമില്ലാത്ത പോലെ നീ തിന്നുന്നത്. എനിക്കിഷ്ടം. അല്ല, അവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ കഴിച്ചാൽ മതി. അപ്പൊ നല്ലോണം വിശക്കും. നല്ലോണം വിശന്ന് കഴിയുമ്പോ കഴിക്കുമ്പോ നല്ലോണം കഴിക്കാൻ പറ്റും. എനിക്കിപ്പോ വിശക്കുന്നുണ്ട്. നിനക്കിപ്പോ വിശക്കണില്ലാന്ന് എനിക്കറിയാം. നിന്റെ മുഖം കണ്ടാലറിയാം. നിന്നെ പ്രസവിച്ച ഞാനല്ലേ. പുറത്തു പോയി കളിക്കിച്ചെല്ലിപ്പോ. ഇവന്റെ കൂടെ കളിക്കാനോ? അവനെന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്ക. ചെല്ലടാ, എഴുന്നേക്ക്. മുത്തി ഒന്ന് പുറത്തോട്ട് പോന്നേ. എന്തിനാ? എടി ഒന്ന് പോടി.
ഞങ്ങൾക്ക് ഞാൻ ചായ എടുത്തോണ്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ പിന്നെ മക്കളത്തെ പുറത്തിടുന്നില്ലേ? എന്താ പറയാണ്ടെന്ന് പറഞ്ഞു? ഓ നമ്മളെ മുമ്പ് വെച്ചൊരു സീരിയസ് കാര്യങ്ങളും പറയാ. ചായ വേണ്ടേ? ഓ വേണ്ട, അമ്മ കുടിച്ചോ. ചെല്ല്, ഇച്ചിരി കഴിയുമ്പോ വന്നോട്ട്, അമ്മ വിളിക്കാവേ. വരുന്നില്ല. ഏട്ടൻ എവിടെ ഇരി? നമ്മൾ എത്ര പിള്ളേർ ഇവിടെ ജീവിച്ച് വളർന്നു. ഇതുവരെ നാട്ടുകാരെ കൊണ്ട് എന്ന് നമ്മൾ ആരും പറയിപ്പിച്ചിട്ടില്ല. പിന്നെ ആഘോരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് ഒളിച്ചോടി അതിപ്പോ അന്തസ്സായിട്ട് ജീവിക്കുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഇതിപ്പോ നാട്ടുകേസാവും. അത് അവിടെ ആരും അറിയണ്ടെന്ന് വെച്ചിട്ട് ഏട്ടനെ ഇങ്ങോട്ട് എന്നോട് നോക്കി. ഏട്ടാ, തമ്പിച്ചേട്ടൻ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു. ഏട്ടൻ മനസ്സിൽ വെച്ചാ മതി. നീ ആത്മസംയമനത്തോടുകൂടി കേൾക്കണം, പൊട്ടിത്തെറിക്കരുത്. പറ. നമ്മുടെ സൂഫി ഇല്ലേ, മമ്മൂട്ടിയുടെ ആ സൂഫിയും റൊണാൾഡോ അച്ചാച്ചനും കൂടിയേ ചെറിയൊരു ഇഷ്ടത്തിലാണ്. ഇത് ഞങ്ങളാണോ പറഞ്ഞത്? ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് തമ്പിച്ചേട്ടൻ പറഞ്ഞു. പിന്നെ വെറുതെ നാണോ പറയൂ? തമ്പി പറഞ്ഞ ഉടനെ ഞങ്ങൾ വിശ്വസിക്കുമോ? ആ സൂഫിയൊക്കെ കുടുംബത്തിൽ പറഞ്ഞ പിള്ളേരാ, അന്തസ്സായിട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്ന പിള്ളേർ. അനാവശ്യങ്ങൾ പറഞ്ഞു വരുത്തരുത് കേട്ടോ. തീയില്ലാതെ പുക ഉണ്ടാവോ? 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 അപ്പം തമ്പിയെണ്ണം പറഞ്ഞത് നുണയാന്നാണോ പറയുന്നത്? തമ്പിച്ചേട്ടൻ എന്തെങ്കിലും തോന്നാതെ പറയോ? പറയൂ പറയോ? പറയൂ. ഈ തമ്പി എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ കണക്ക് ആവശ്യ കഥകൾ ഉണ്ടാക്കുന്ന ആളാണ് അയാൾ. അയാളുടെ ജോലി അതാണ്. അഭിനയിക്കാൻ വേണ്ടി കഥ ഉണ്ടാക്കണ പോലെയാണ്. ഏട്ടാ, നമ്മൾ അത്ര അടുത്ത് താമസിക്കുന്നവരല്ലേ, വെറുതെ എങ്ങനെ പറഞ്ഞുണ്ടാക്കും? അങ്ങനെ സംഭവിക്കൂല. നിനക്ക് എന്താ ഉറപ്പ്? നമ്മൾ ഓരോ ദിവസം അങ്ങനെ അല്ലടി, അതിന് ഓരോ കാരണം. നമുക്ക് പല പല അനുഭവങ്ങളല്ലേ നമ്മളെ ഓരോന്ന് പഠിപ്പിക്കുന്നത്. നമ്മളെ ആ കൊച്ചൊക്കെ മര്യാദക്ക് ജീവിക്കുന്നത് കൊച്ചാ. അതിലിപ്പോ കാണുന്നത് എന്ത് കണ്ടത്? നീ കണ്ടോ? നീ കണ്ടോ? നിങ്ങൾ കണ്ടോ? കണ്ടോ? കണ്ടില്ല, പക്ഷെ കണ്ട പോലെയാ. അതെങ്ങനെയാവും? അങ്ങനെയാ. അയാള് നാടകക്കാരനായ നാടകം അഭിനയിക്കുമ്പോൾ പുറകോട്ട് ചിന്തിക്കുമ്പോ പലതുണ്ട്. ഉണ്ട്. ഇപ്പോഴാണ് വേറെ കാര്യമുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഒരു കാര്യം നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ബാക്കിലേക്ക് ചിന്തിക്കും, അയ്യോ അങ്ങനെ ഇങ്ങനെ. ഇപ്പൊ ചിന്തിക്കുമ്പോ ഉണ്ട്. എന്തുകൊണ്ട് ഇവൻ കൊടങ്ങാവിളിക്ക് പോണില്ല? എന്തുകൊണ്ട് കൊടങ്ങാവിളിക്ക് പോണില്ല? റോസ് ചേച്ചി എന്റെ മുമ്പിൽ തന്നെ എത്ര പ്രാവശ്യം വിളിച്ചേക്കുന്നു, വാ ഒന്ന് കാണാൻ കൊതിയായി. പോതില്ല. മുമ്പ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോകാൻ താമസിക്കുമ്പോൾ നമുക്ക് പോയിട്ടേ ഇല്ല. ഉണ്ട് കേട്ടാ, എന്തുണ്ട്. നീ ഇനി നിന്റെ പോലീസ് ബുദ്ധി ഒന്നും പ്രയോഗിക്കേണ്ട കാര്യമില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, അച്ചാച്ചൻ പണ്ടേ ഒരു പ്രേമരോഗിയായിരുന്നു. ആണല്ലേ? പിന്നല്ലേ, സ്കൂളിൽ പഠിച്ചപ്പോഴൊക്കെ എന്തോരം പ്രേമം ഉണ്ടാകുന്നറിയോ. പിന്നെ റോസ് ചേച്ചിയുടെ കൈ കിട്ടിയപ്പോഴാ ഒന്നടങ്ങി. തട്ടമിട്ടു ഞാൻ കാത്തു മുട്ടിലൂറും. നീ ഞാൻ പോവാ വന്നിട്ട്. നീ എവിടെ വന്നത്? സൂഫി അടുത്ത് വരെ. നീ ഇവിടെ വന്നേ. നീ ആളെ കൊള്ളാലോ. എന്ത് ഈ സൂഫിയുടെ അടുത്ത് എന്തിനു വന്നത്? വർക്ക്ഷോപ്പിന് അവിടെ ഇരിക്കുമ്പോഴത്തേനെ മമ്മൂട്ടി സാർ മീൻ മേടിച്ചിട്ടെന്നാ നീ വെറുതെ ഇരിക്കാതെ അങ്ങോട്ടൊന്ന് കൊടുത്തേക്കണേന്ന് പറഞ്ഞു. അതുകൊണ്ട് കൊടുക്കാൻ പോയതാ. ചേച്ചി എടി ഇവിടെ വന്നേടി. ഓട്ടെങ്കി പോലെ ഇവിടെ വാ. എടി ഇതേ ഞാനിപ്പോ ഈ പാത്രം എടുക്കാൻ വന്നപ്പോ ഇവൻ അവിടെ നിന്ന് വന്ന് ചോദിച്ചപ്പോ പറയാ സൂഫിയുടെ അടുത്ത് അങ്ങോട്ട് പോയതാന്ന്. എന്തിനാ അങ്ങോട്ട് പോയത്? മമ്മൂട്ടി സാറേ വർക്ക്ഷോപ്പിന് അവിടെ ഇരിക്കുമ്പോൾ മീൻ മേടിച്ചതിൻ്റെ നീ ഫ്രീ ആണ് അങ്ങോട്ട് കൊടുത്തേക്കണേന്ന് പറഞ്ഞു. അതുകൊണ്ട് കൊടുക്കാൻ പോയതാ. മമ്മൂട്ടി സാറിന് കൊടുക്കാൻ അറിയാൻ പാടില്ലേ? ഞാൻ ഡ്യൂട്ടിയുടെ തിരക്കില്ല. ഇങ്ങനെ ഡ്യൂട്ടി ഉള്ളവരില്ലാത്തവരൊക്കെ എന്ത് പറഞ്ഞാലും നീ ഇങ്ങനെ കടക്കാർക്ക് കൊണ്ട് കൊടുക്കേണ്ട കാര്യം എന്താ? ഒന്നല്ലെങ്കിൽ നീ മാനമര്യാദയായിട്ട് ജീവിക്കുന്നവരുത്തനല്ലേ? നിനക്കൊരു വർക്ക്ഷോപ്പ് സ്വന്തമായിട്ടുള്ള ആളല്ലേ? ഞാൻ ഓൾറെഡി വർക്ക്ഷോപ്പിൽ വെറുതെ ഇരുന്നേ. പിന്നെ രണ്ടാമത്തെ കാര്യം, കരക്കാർ മൊത്തം പറഞ്ഞാലും ചെയ്യത്തില്ല. മമ്മൂട്ടി സാർ നമ്മുടെ അയലൊക്കെക്കാരനല്ലേ. അതുപോലെ കനമച്ചപ്പിയും പറഞ്ഞിട്ടുണ്ട്, ഇല്ലാത്തപ്പോൾ അവിടെ മമ്മൂട്ടി സാർ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കണ്ണങ്ങോട്ട് വേണം, എന്തെങ്കിലും സഹായം ചെയ്താൽ നീ പോണേന്ന് പറഞ്ഞു. അതിനെന്ത്? ഒരു കണ്ണല്ല, 2 കണ്ണും കുത്തിയെടുക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അതെ, അധികം താമസിയാതെ അത് സംഭവിക്കും. അതിൽ ആവശ്യം ഒന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും എന്റെ അടുത്ത് ഒരു ആവശ്യം പറഞ്ഞാൽ ചെയ്തു കൊടുക്കുന്ന പോലെ ഉള്ളൂ. അതുപോലെയാണോ? അതുപോലെ ഈ നാടും വീടുമായിട്ട് ആ കൊച്ചിന് വലിയ പരിചയമൊന്നുമില്ല. അതിന്റെ പേര് കൊണ്ട് കൊടുത്തു. മീൻ മേടിച്ചിട്ട് വൈകിട്ട് കൊണ്ട് കൊടുത്ത കറി വെച്ചാൽ കഴിക്കട്ടെന്ന്. സത്യം. പക്ഷെ എന്റെ പൊന്നോ,
ഇവനിപ്പോ ഭയങ്കര അതിക്രമാണല്ലേ കാണിക്കണത്. ചേച്ചി എനിക്ക് നാണക്കേടുകൊണ്ട് എനിക്കില്ലേ സത്യമായിട്ട് എനിക്ക് ചാവൻ എനിക്ക് അതുകൊണ്ട് നാണക്കേടൊന്നുമല്ല മോളെ. എനിക്ക് ആ റോസ്മേരിയുടെ കാര്യം എടുത്തിട്ട് പാവം. വിളിച്ചു പറയട്ടെ ചേച്ചി. ശ്ശോ, പിന്നെ ഒന്ന് പോയി വിളിച്ച് പറയാൻ ചേച്ചി. അതിനെ കൊന്നുകളയും നമ്മളെ. നിക്ക്, നമുക്ക് കുറച്ചും കൂടി സമയം എടുക്കാം. കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങ നീ. എന്നാലും ഇവക്ക് കയ്യോടെ പിടിക്കണം, കയ്യോടെ. വരുന്നേ ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ട് ഒന്നും. എനിക്ക് അങ്ങനെ നിൽക്കാനൊന്നും അറിയത്തില്ല. അങ്ങനെ ചേച്ചി ആ ഇത് ആരാ ഇത്? റൊണാൾഡൊക്കെ പോയോ? ഇക്കയോ? പോയി എന്തേ? അയ്യോ ഓട്ടോക്കുൽ എടുക്കാൻ മറന്നുപോയി. ഓ, അവൻ അതിന്റെ ആവശ്യമൊന്നുമില്ല. അവൻ സ്നേഹമുള്ളവർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. കറക്റ്റ്. അതെ, സോഫിക്കേ റൊണാൾഡോ ചേച്ചനെ ഭയങ്കര ഇഷ്ടാണ്. എനിക്ക് റൊണാൾഡോയ്ക്ക് പെരുത്തിഷ്ടാ. അയ്യോ, അതെന്താ? ഞങ്ങൾ 2 പെൺകുട്ടികളല്ലായിരുന്നു വീട്ടില്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഇക്കാക്കനെ വേണമെന്ന്. എനിക്ക് എന്റെ ഇക്കാക്ക പോലെ തന്നെയാണ് റൊണാൾഡിക്ക. ഓട്ടോക്കുൽ കൊടുത്തേക്കാവോ? വേണ്ട, അത് കാണുമ്പോ കൊടുത്തു, നേരിട്ട് കൊടുക്കും. ശരി, പോയിട്ട് വരട്ടെ. മീൻകറി വെക്കാറുണ്ട്. ആ കൊച്ചിന് അങ്ങനെ ഇല്ല കേട്ടോ. നിർത്ത്. എനിക്കറിയായിരുന്നു അത് കേൾക്കുമ്പോ ചേച്ചി ഇങ്ങനെ തന്നെ പറയുന്നു. ചേച്ചി എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെ പറയുള്ളൂ. ആണല്ലേ? അയ്യോ ആ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതെന്റെ ആംഗ്ലനെ പോലെയെന്ന്. കൊള്ളി. ഇത് ഉറങ്ങാൻ കിടന്ന് എന്നെ ഇവിടെ കൊണ്ടിരുത്തില്ല. കഥയുടെ ജീവിതത്തിൽ ബന്ധം ഒഴിയുന്ന ഭർത്താക്കന്മാരെ ചോദ്യം ചെയ്യാതിരിത്തേക്കുന്നുള്ള ഇരിക്കുന്ന കാര്യമുണ്ട്. ഞങ്ങൾ എന്ത് ചോദിച്ചാലും സത്യം മാത്രമേ പറയുള്ളൂ. സത്യം മാത്രം നീ പറയൂ. ഞാൻ കർത്താവിന് വിശ്വസിക്കുന്ന ഒരു ദാസനാണ്. സത്യം മാത്രമേ ഞാൻ പറയൂ. പക്ഷെ ഞങ്ങൾ എന്ത് ചോദിച്ചാലും നീ നുണയെ പറയുള്ളൂ എന്നുള്ളതിന്റെ ഇരിപ്പാണ് ഈ ഇരിപ്പ്. നേരെ ഇരുന്നേ നീ. എന്ത് ചോദിച്ചാലും സത്യം മാത്രമേ പറയത്തുള്ളൂ. ഉറപ്പ്. സത്യം ചെയ്. നിങ്ങൾക്ക് മുമ്പാകെ എന്ത് ചോദിച്ചാലും അതിന് മറുപടിയായി ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. സത്യം 3 പ്രാവശ്യം. മാതാവിനെ പിടിച്ച് സത്യം. കൊടങ്ങാവള മാതാവാണ്. എനിക്ക് ജന്മം തന്ന എൻ്റെ അമ്മച്ചിയാണ്. ഞാൻ ജന്മം കൊടുത്ത എൻ്റെ മക്കളാണ്. മതി. ചോദ്യം നമ്പർ 1. ശരി, നിനക്ക് ഞങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ട്? അതായത് എന്നോടും ലില്ലിനോടും പിള്ളേരോടും. അതെന്തിനു ചോദിക്കാൻ? എന്റെ ജീവൻ. അതെല്ലാവർക്കും പ്രപഞ്ചത്തിന് വരെ അറിയാവുന്ന സത്യമല്ലേ? ശരി. അങ്ങനെയാണെങ്കിൽ ഏട്ടനോടും ക്ലീറ്റോ ചേട്ടനോടും എത്ര സ്നേഹമുണ്ട്? അവര് കാര്യം ഇച്ചിരി ഉപദേശവും ആക്രമണങ്ങളും ഒക്കെ കൂടുതലാണെങ്കിലും നിങ്ങളെ പോലെ തന്നെ ജീവൻ. അതുകൊണ്ടല്ലേ ഇവിടെ അട്ടിപ്പേറ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റോസ്മേരിയോടോ? റോസ്മേരി ജീവനോളം ഇല്ലെങ്കിലും അവളെന്റെ പിള്ളേർ നല്ലതല്ലേ? സെറ്റ്. അപ്പൊ സൂഫിയോടോ? സൂഫിയ താഴത്തെ സൂഫി. അപ്പൊ നമ്മുടെ കുടുംബക്കാരുടെ ലിസ്റ്റിലേക്ക് വേറൊരാള് കയറി വരേണ്ട കാര്യം? പറ. സൂഫിയോട് ഇഷ്ടം എന്ന് പറഞ്ഞ ജീവൻ. നിങ്ങളെ പോലെ ഇഷ്ടം. എന്തേ ജീവൻ? സൂഫി ജീവൻ. ഇതറിയാൻ വേണ്ടിട്ടാണ് ഇവിടെ വിളിച്ചിരുത്തിയത്. അല്ല, അത് നമ്മളറിയാവുന്ന ഒരാള് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ വെച്ച് കണ്ടാലും ഇക്കാന്ന് വിളിക്കും. പിന്നെ മമ്മൂട്ടി സാർ ജീവനാണോ? അയാൾ ആളിച്ചിരി പരുക്കല്ല. അയാളത്ത് അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ സൂഫിയായിട്ടല്ല കമ്പനിയാ. ഓ കണ്ട. അപ്പൊ അത് പരുക്കൻ, ഇത് ജീവൻ. ഇത്ര അറിഞ്ഞാൽ മതിയായിരുന്നു. ഇത്ര ക്ലിയർ. വിട്ടില്ലേ? വിട്ട് തീർന്നില്ലേ ഇത്? ഞങ്ങൾ അങ്ങനെ തീർക്കാൻ ഉദ്ദേശിച്ചത്. ഇതൊരു ഗെയിം. ബന്ധത്തിനെ കുറിച്ച്, സ്നേഹത്തിനെ കുറിച്ച് ചോദിക്കുന്നു. കലമച്ചമ്മെ കുറിച്ച് ചോദിക്കുന്നു. എന്ത് ഗെയിമാടാ? നിന്നെ ചോദ്യം ഞാൻ പിടിച്ചിരുത്തിക്കണ്ട കൂടെ. എന്ത് ചോദിച്ചേ? നീയും മറ്റേ താഴത്തെ സൂപ്പി കൊച്ചുമായിട്ട് എന്തോ അടുപ്പുണ്ടെന്നൊക്കെയാണ് ഇവര് പറഞ്ഞത്. അടുപ്പ്? ഉണ്ടായില്ല, പറഞ്ഞോളൂ. കർത്താവേ, എന്ത് കർത്താവേന്ന്? താലി കെട്ടി പെണ്ണുമ്പിള്ളക്ക് ചെലവിന് കൊടുക്കാൻ പൈസ. അപ്പൊ അതിന് വേറെ ആള്. നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് ഇപ്പൊ പിന്നെ നീ എന്താ പറഞ്ഞത്? ഇതേ അങ്ങനെ ഞങ്ങളിങ്ങനെ ഊഹിച്ചെടുത്തോന്നല്ല, നാട്ടുകാര് പറഞ്ഞു തുടങ്ങി. ഏത് നാട്ടുകാര്? അതൊക്കെ ഉണ്ട്. തമ്പിയല്ല. ഇവിടെ വന്ന് ഞങ്ങളുടെ മുമ്പിൽ വെച്ചാ പറഞ്ഞത്. അങ്ങോരെല്ലാം കണ്ടോണ്ടിരിക്കുവാന്ന്. എന്താ കണ്ടോണ്ടിരിക്കുവാന്ന്? അങ്ങേർക്ക് സംശയമില്ലാതെ അങ്ങനെ പറയില്ലല്ലോ. കാര്യം എന്താ? ഇവൻ ചെയ്തിട്ടല്ലേ പറയുന്നത്. അവനിപ്പോ എന്തെങ്കിലും നുണ പറയും. പറഞ്ഞല്ലോ. എനിക്ക് അവരുമായിട്ട് അങ്ങനെയുള്ള ഒരു ഇതുമില്ല. ഞങ്ങൾ നല്ല കമ്പനിയാണ്, നല്ല സുഹൃത്തുക്കളാണ്. ഇതിപ്പം മനസ്സിലായ സംഭവം എന്താണ്? തമ്മനെ എനിക്കിട്ട് പണിഞ്ഞതാ. അയ്യോ,
എന്റെ തങ്ങച്ചേട്ടത്തി നിങ്ങൾ അവരെ വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്താവും ക്വസ്റ്റ്യൻ ചെയ്തോ ആൻസർ പറയണമേ. നിങ്ങൾ വിശ്വസിക്കണ്ട. അച്ചമ്പി, നീ പറ. തമ്പിയുടെ ഒരു കൂട്ടുകാരന്റെ ബൈക്ക് എന്റെ വർക്ക്ഷോപ്പിൽ ശരിയാക്കാനായിട്ട് കൊണ്ടു. ഞാനത് പണിഞ്ഞു വെച്ചേ. അയാൾ 2 ദിവസം മുമ്പ് വണ്ടിക്ക് വന്നപ്പോഴത്തേന് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. ഇന്ന് സൂക്ഷം പോലെ രാവിലെ തമ്പിയുടെ റോഡി വെച്ച് കണ്ട് തമ്പിയുടെ കാര്യം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊടുത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം ഇത് കൊടുക്കാൻ നീ എന്നെ നോക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ മേടിച്ചാൽ തരത്തില്ലല്ലോ. തമാശ പറഞ്ഞു 1, 2 പറഞ്ഞു ഞങ്ങൾ മുട്ട വഴക്കായി. അങ്ങനെ പുള്ളി എന്നെ റോഡി വെച്ച് വെല്ലു വിളിച്ചു. എന്നെ എന്റെ വർക്ക്ഷോപ്പ് ഇവിടുന്ന് കെട്ടിക്കുന്നു. അതിന് ബദൽ വന്നെന്ന് പറഞ്ഞ നോണേ. എന്നാലും നിങ്ങളതൊക്കെ വിശ്വസിച്ചല്ലോ. ഇന്ന് വഴക്കുണ്ടായോ? ഇന്ന് രാവിലെ ഞാൻ ലില്ലിപ്പടുത്ത് പറയാൻ വിട്ടുപോയി. ഇന്ന് രാവിലെ ഇവിടെ റോഡ് വെച്ച് ഭയങ്കര സംസാരമായിരുന്നു. അതിനാണ് അയാൾ ഈ വൃത്തിയോടെ ഇവിടെ വന്ന് പറഞ്ഞത്. പിന്നല്ലാതെ ചോദിച്ചിട്ട് തന്നെ ഹലോ എന്താണത്? രാവിലെ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എന്നെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾ എന്താ മാറ്റി പറഞ്ഞത്? ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറണം എന്തിനാ കാര്യങ്ങള്? രാവിലെ അങ്ങനെ അത്രയും കാര്യം മനസ്സിലായല്ലോ. പക്ഷെ തമ്പിച്ചേട്ടൻ ഇത് വന്ന് രാവിലെ നമ്മളോട് പറഞ്ഞില്ലേ ചേച്ചി? ഞാൻ അത്രക്ക് വിശ്വസിച്ചില്ല. കാരണം റൊണാൾഡോ അച്ഛൻ അത്ര പ്രേമത്തിന്റെ അസ്കിത എന്നുള്ള ആളൊന്നുമല്ല. അല്ലല്ല, എനിക്ക് എന്തോരം നല്ല ബന്ധങ്ങൾ വന്നാണ്. എന്നിട്ട് ഈ മനുഷ്യന്റെ പൊണ്ടാരോടങ്ങാൻ ഞാൻ പിറകേന്ന് വന്നല്ലേ. എനിക്ക് അബദ്ധമായിപ്പോയി. ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്കേ. ആ വന്ന പെണ്ണുപിള്ള എനിക്കറിയത്തില്ല, ഞാൻ കണ്ടില്ലോ. അവരാരത്? പിന്നെ അങ്ങനെ ആരെങ്കിലും കയറി വീട്ടിൽ വരും എന്റെ ഭർത്താവാണെന്ന് പറഞ്ഞുകൊണ്ട്? നാടകമൊന്നും വേണ്ട, ഇറങ്ങി പോണേ. അങ്ങോട്ട് ഞാൻ പറയുന്ന കേക്കടി. എനിക്ക് അങ്ങനെ ബന്ധമല്ലടി. എനിക്ക് കേൾക്കുകയും വേണം, നിങ്ങളെ കാര്യം വേണ്ട. എന്തായി കേക്കണത്? നമ്മളിന്റെ ലോകത്ത് ഇതൊക്കെ നമ്മൾ ഈ കഥയിലെ കേട്ടുള്ളൂ. നീ കണ്ടോ പെണ്ണിനെ? പിന്നെ ഞാൻ കടയിൽ പോയിട്ട് വരുന്ന വഴിയല്ലയോ ആ പെണ്ണ് എന്റെ അടുത്ത് വന്ന് വഴി ചോദിച്ചത്. തമ്പിയുടെ വീട് കാണിച്ചു തരാൻ പറഞ്ഞു. നീ കൊണ്ടുവന്നു. പിന്നെ എന്റെ കൂടെ വന്നില്ലേ. പിന്നെ അവൾ അറിയണം ഇതിന് വേണ്ടിട്ടാണെന്ന്. എന്നിട്ട് അവിടെ ചെന്നപ്പോ ആകെ ഗുരുമാലായി. സുലിച്ചേച്ചി ഭയങ്കര കരച്ചില്ല. പിന്നെ സുലിച്ചേച്ചി കരയാതിരിക്കോ? വേറൊരു കെട്ടിയവനും ഭാര്യയും പിള്ളേരും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ പിന്നെ സുലിച്ചേച്ചിക്ക് വിഷമം ഉണ്ടാവത്തില്ലയോ? പിള്ളേരുണ്ടെന്നൊക്കെയാ പറയുന്നേ. അറിഞ്ഞല്ലോ, എല്ലാ കാര്യം അറിഞ്ഞല്ലോ. ഞാൻ പോവാണ്. എവിടെ പോണ സുലിച്ചേച്ചി? നിസ്സാര കാര്യമാണോ തങ്ക? പിന്നെ നിസ്സാര കാര്യമല്ലേ. പിന്നെ ക്ലീറ്റു ചേട്ടനത്തിലേക്ക് ആരെങ്കിലും ഇതുവരെ ഭാര്യയും കൊച്ചുണ്ടെന്ന് പറഞ്ഞു വന്നു പറഞ്ഞാൽ നിങ്ങളത് കേൾക്കും. അല്ല സുലിച്ചേച്ചി, അത് ആർക്കും സഹിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ കൊച്ചുണ്ടെന്നാണ്. കൊച്ചുണ്ടോ? ആ ചിട്ടിപ്പൈസയുടെ പൈസ ഉണ്ടല്ലോ എനിക്ക് ഇനി തരണ്ട. നിങ്ങൾ ആ മറ്റേ കുടുംബശ്രീ തരാനില്ലേ അതിലങ്ങ് വകവച്ച ഞാൻ വൈകിട്ട് പോകുന്ന തമ്പിയണ്ണൻ. നീ ഒന്ന് പറയുന്നത് നീ കേക്ക്. നീ വാ, വന്നേ വീട്ടിലോട്ട് വന്നേ. മനുഷ്യനെ തൊഴണ്ട. നിങ്ങൾ മറ്റേ അവളടുത്ത് പോയാ നിങ്ങൾ ഭാര്യയല്ലേ ഇച്ചിരി മുമ്പേ വന്നത്? എന്റെ പെങ്ങന്മാരെ എനിക്ക് അങ്ങൊരു ബന്ധമില്ല, എനിക്ക് ഒട്ടും അറിയത്തുമില്ല. ആരെങ്കിലും വീട്ടിലോട്ട് ഒന്ന് പറയൂ ഇത്ര ധൈര്യത്തില്? എന്റെ മക്കളാണ് ഞാൻ പറയുന്നത്. കണ്ട അത് തന്നെ അവരും പറഞ്ഞു. എന്റെ മക്കളും ഭാര്യയല്ല നീയല്ലേ? എനിക്ക് എന്തുവാണ് എന്ത് പറഞ്ഞു വിശ്വസിപ്പിക്കും? എനിക്കങ്ങനെ ബന്ധമില്ല. ഞാൻ എന്തായാലും ചേച്ചിക്ക് എന്ത് കുറവുണ്ടായിട്ടാണ്? ഇങ്ങനെ നോക്കിയതുകൊണ്ട് നീ വന്നേ വീട്ടിലോട്ട്. ഞാൻ വരുന്നില്ല. എനിക്ക് റൊണാൾഡേ, നീയാണ് ഇതിന്റെ പിന്നില്ലേ? നീ പറഞ്ഞു വിട്ട പെണ്ണുള്ള വീട്ടിൽ വന്നു. ഇപ്പൊ കുടുംബം കലക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യല്ലടാ. വഴി വെച്ചൊന്ന് വഴക്കുണ്ടാക്കിയത് നീ എന്നെ പകരം വീട്ടെന്ന് പറഞ്ഞില്ലടാ. ഞാൻ എന്തിനു അമ്മേന്റെ പണി അറിഞ്ഞു? എന്തിനു പണി തരണമെന്നോ? എടാ റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കിയപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ പണി തരുമെന്നു. അതിന്റെ പണിയാ നീ എനിക്കിട്ട് തന്നത്. എനിക്ക് മനസ്സിലായി. എന്ത് പറയുന്നേ സുലിച്ചേച്ചി? എന്താ സംഭവം നടന്നത് എനിക്കറിയത്തില്ല. പിന്നെ രാവിലെ ഇങ്ങോട്ട് ഞാൻ കശപശ ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എനിക്ക് നിങ്ങളോട് വിരോധം ഉണ്ടായിരുന്നു. ഒന്നേ വൃത്തിയായിട്ട് ഞാൻ മേല് ചോദിക്കും, അല്ല വീട്ടിൽ ഒന്ന് ചീത്ത വിളിക്കും. ഊശി പരിപാടി ഞാൻ ചെയ്യത്തില്ല. ഞാൻ നാടകത്തിൽ ഇതുപോലെ സീൻ എടുത്തിയായിരുന്നു. അതെനിക്ക് തിരിച്ചടിച്ച നിങ്ങളുടെ നാടകം കണ്ടിട്ട് ആരെങ്കിലും ഈ പരിപാടികൾ കാണിച്ചരാ. എന്റെ പൊന്നു റൊണാൾഡോ, സത്യം പറ, എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ ഇതിനകത്ത്? തങ്കം ചേട്ടൻ നിങ്ങളൊന്ന് ആലോചിക്കുക. എനിക്ക് പറ്റിയ തണ്ടിയാന്നോ അങ്ങേര്? രാവിലെ റോഡ് വെച്ച് സംസാരം ഉണ്ടായിരുന്നു റെഡി അല്ല. ഞാൻ അതിന് പകരം വീട്ടാനും നിന്നില്ല. ഉണ്ടായിരുന്ന ഞാൻ വൃത്തിയായിട്ട് അവിടെ വെച്ചാൽ മേലെ ഞാൻ നോക്കിച്ചാൽ നിങ്ങളിങ്ങനെ ആവശ്യസിക്കല്ലേ? എനിക്ക് അതിലിവിടെ 10 പൈസ ചെലവിനില്ല. അന്നേരം ഇനി ആളെ ഒപ്പിച്ചു വിടാം. അപ്പൊ നമ്മളിനകത്തിനിപ്പോ എന്ത് ചെയ്യും? ചേച്ചി വല്ല കടുങ്കയും ചെയ്യുമോന്ന് ആർക്കറിയാം.
റോസ്മേരിക്ക് ബുക്ക് ചെയ്തേ സാരി അല്ലേ? എനിക്കൊന്ന് ത്രെഡ് ചെയ്യാൻ പോണം. എന്തോന്നും വളർന്നിട്ടില്ലല്ലോ. വളർന്നിട്ടുണ്ട്. അല്ല അതെന്തൊരു വർത്താനം. ഞാനൊരു കാര്യം കാണിക്കും അതിനെ നിരാകരിച്ചിട്ട് നിങ്ങൾ കാണിക്കത്തേ ഉള്ളൂ, ഓർഡർ ചെയ്യത്തില്ല. ബുക്ക് ചെയ്തോളൂ. ഇത് കളർ ഇഷ്ടപ്പെട്ടോ? അത് റോസ്മേരിക്ക് ചേരത്തില്ലേ? ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നീ വേറെ മാറ്റി എടുക്കോ? ബുക്ക് ചെയ്തപ്പോ അങ്ങ് 3 എണ്ണം ബുക്ക് ചെയ്യായിരുന്നു. എന്തിനാ എന്നിട്ട് കൊണ്ടുവരുമ്പോ കുറ്റം പറയാൻ വേണ്ടിട്ട്? അയ്യോ ഓടിവാ, തമ്മിച്ചേട്ടോട് ചാവാ നിക്കുന്നു. സുരജിച്ച് ബാഗ് എടുത്തോണ്ട് അത് കഴിഞ്ഞില്ലേ ഇതുവരെ? ഈ സുളിച്ചേച്ചിക്കൊക്കെ എന്താണ്? നീ പോകല് സുരേ, എടി പോകലെന്ന്. ഞാൻ പോവും. നീ പോകല്ലേ? സത്യം ഞാൻ കയ്യരപ്പ് മുറിക്കും. ഞാൻ നീ പോകല്ലേ? അല്ലെങ്കിൽ ഞാൻ കൊല്ലും നിങ്ങളെ. ഞാൻ കെട്ടിത്തൂങ്ങുവേ, കെട്ടിത്തൂങ്ങും ഞാൻ. നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് നിങ്ങളെ ഇനി വേണ്ട. എടി, പറയുന്നതൊന്ന് വിശ്വസിക്കണേ. ഞാൻ വിശ്വസിക്കൂല. എടി, എനിക്കറിയില്ലടി. വേണ്ട, നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. നിങ്ങൾ എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. ഞാൻ പോവും. എനിക്ക് നിങ്ങളെ ഇനി വേണ്ട. എന്റെ സുലി പോകല്ലേ സുലി. ഞാൻ ഒന്ന് പറയട്ടെ, നീ ബാഗ് വിടുക. ഞാൻ ഒന്ന് പറയട്ടെ പ്ലീസ്, ഞാൻ പറയട്ടെ. ചുമ്മാ എന്നെ രക്ഷപ്പെട്. എടി പോകല്ലെന്ന് പറഞ്ഞ മോനെ, എന്നെ ഒന്ന് കൊണ്ടുപോകണം. എനിക്ക് ഇനി ഇവിടെ നിക്കണ്ട. നീ വരുമോ? എന്നാ വേണ്ട, ഞാൻ ഓട്ടോയിൽ വന്നോളാം. സുലി പോകല്ലേ പറയുന്ന സുലു. എന്തിനാണ് തമ്പിയണ്ണ നിരപരാധിയാ. അവിടെ വന്നത് തമ്പിയണ്ണ ഭാര്യയൊന്നും അല്ല. ഞാൻ രാവിലെ റോഡ് വെച്ച് തമ്പിയണ്ണായിട്ട് വർക്ക്ഷോപ്പിൽ ഒരു കാര്യം പറഞ്ഞ് വഴക്കുണ്ടായി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടായപ്പം എന്നെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകരത്തിന് പകരം ചെയ്തതാ. അതെനിക്ക് അറിയാവുന്നൊരു ചേച്ചിയെ ഞാൻ പറഞ്ഞു വിട്ട. അങ്ങനെ പാവം, അത് അങ്ങനെ ഭാര്യയല്ല, സത്യം. നീ ഇങ്ങോട്ട് പോട്ടാ. ഒരബദ്ധം പറ്റിപ്പോയി. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. എടി സുലി പോകല്ലേടി, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ വയ്യടി. പിടിക്ക്, ഇത് പിടിക്ക്. പോണില്ല, വാ. പോണില്ലേ? എന്നാ നോക്കിക്കുക, വീട്ടിൽ പോകും. ഞങ്ങള് തെറ്റായി. അങ്ങോട്ടല്ലേ സൂഫി, അങ്ങോട്ടല്ലേ? എല്ലാത്തിന്റെ കിളി പോയി പോയെ. അരുതാത്ത ഒന്നും സംഭവിച്ചില്ല. ചില കുറച്ച് ദിവസമൊക്കെ അവർ മുമ്പിൽ ചെന്ന് ചാടണ്ട, പണിയാവും. പകരത്തിന് പോരാ അല്ലേ? തമാശയും ചിരിയും കളിയൊക്കെ ആവാം, പക്ഷെ കുടുംബജീവിതം വെച്ച് കളിക്കുമ്പോഴേ കയ്യിൽ നിന്ന് പോയാ പിന്നെ തിരിച്ചിട്ടില്ല. അവരായതുകൊണ്ട് വേറെ വല്ലവരാണെങ്കിൽ കുടുംബമായിട്ട് ഇനി ഒരു സഹവാസം ഇല്ലാന്ന് വെച്ചാൽ വേറെ എവിടെയെങ്കിലും ഇപ്പൊ എത്തിയേനെ. പൊന്നേ. ഇതെവിടെ പോവാ രണ്ടാളും കൂടെ? ചുമ്മാ ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി ബീച്ചിലൊക്കെ കയറി ശാല ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് സന്തോഷിപ്പിച്ച് തരാം. ഇത്ര കാലമായി പുറത്തോടെ കൊണ്ടുപോയിട്ട്. എനിക്ക് നാണാവുന്നു. ഇടി നൊലോളി ഉണ്ടാക്കിയ ടീമാണോ പോണത്? രാവിലെ എന്തായിരുന്നു ഇവിടെ?